ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, ഇന്നിപ്പോൾ ഞാൻ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിന് സ്റ്റേജിൽ നിൽക്കുമ്പം കൊടിയും പിടിച്ച് ഭാരത് മാതയായിട്ടൊരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ പേട്രിയോട്ടിസം വരുന്നത്. വൈ? ബിക്കോസ് ഞാൻ ഹോൾ ഇന്ത്യ പോയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ആ ജേർണി എൻ്റെ കൂടെ വന്നായിരുന്നെങ്കിൽ, ഇഫ് യു സീ ദ ഹോൾ ഓഫ് ഇന്ത്യ ഫ്രം ദി ഐസ് ആസ് എൻ ഓർഡിനറി ലേ പേഴ്സണായിട്ട്, വലിയ ടൂറിസ്റ്റായിട്ടോ അങ്ങനെയല്ല, ഒരു ഓർഡിനറി പേഴ്സണായിട്ട് നമ്മൾ അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ ലവ് ചെയ്യും, ഫ്രം ദ ഹാർട്ട് ലവ് ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. സാമൂഹ്യ പ്രവർത്തക എന്നുള്ളത് മാറിയിട്ട് ഒരു MP യോ MLA ആയിട്ട് ചേച്ചിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. എന്നെ ഇപ്പം എൻ്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ, അത് മതി. അത് മതി. കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ പുഴ ഒഴുകുമ്പം ഓരോന്നോരോന്നും വഴി കൂടെ ഇങ്ങനെ നടന്ന് പോവുക. ആ അതിലങ്ങ് പോയി ഞങ്ങൾ അലിഞ്ഞ് ചേർന്ന് ഓരോ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. എൻ്റെ ഇപ്പോൾ ഒരു വലിയൊരു പ്രയോറിറ്റി, 2 പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്ന്, ഞാൻ മേഘാലയ പോയപ്പോഴത്തേക്കും മോലോങ്നോങ് വില്ലേജിലെ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പാലായിൽ ഒരു ചെറിയൊരു കോളനി കണ്ടിട്ടുണ്ട്, ക്ലീൻ കോളനി. അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ സോളാർ ഫിറ്റിങ്സ് വെച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് റെഡിയാക്കി അതിനെ കുറച്ചും കൂടെ ബിൽഡ് ചെയ്ത് ആ കോളനീനെ ക്ലീനസ്റ്റ് കോളനി ഇൻ ഏഷ്യ എന്നുള്ളതാക്കണമെന്ന് അതൊന്ന് എൻ്റെ മൈൻഡിലുണ്ട്. 2ാമത്തെ പ്രോജക്റ്റ് ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് കൊണ്ടുവരണമെന്നുണ്ട്. കാരുണ്യ ലോട്ടറി, വെളിച്ച വിപ്ലവം, ഈ 2 കാര്യങ്ങൾ മാത്രം മതി എന്നും KM മാണി സാറിനെ നമുക്ക് ഓർത്തിരിക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പാലാ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താ ശരിക്കും? ഞാൻ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു കമൻറ്റ് ഓൺ ദാറ്റ്. കാരണം ഞാനത് കമൻറ്റ് ചെയ്താൽ അത് ശരിയല്ല. ഇനിയിപ്പം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണമായും നിഷ ചേച്ചിയെ മാത്രം ഊന്നിക്കൊണ്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഒരു സാമൂഹിക പ്രവർത്തക എന്ന രീതിക്ക് ചേച്ചിയുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണ്? ഞാൻ ഇപ്പം തുടങ്ങുന്നത് എക്സസൈസ് വെച്ചിട്ടാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കത്തേ ഇല്ലായിരുന്നു, ഓടി അങ്ങ് പോവുക, അടുത്ത പ്രോഗ്രാം അടുത്തടുത്ത് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. ജോ പോകുന്നതിൻ്റെ പുറകെ ഞാൻ പോകും, അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പം ജോ പോകുന്നതിന് മുമ്പേ ഞാൻ ചാടും ചിലപ്പം. അങ്ങനെയാണ് നമ്മളല്ലേ, ക്യാൻസർ ഗിവ്സ് യു ദ ലൈസൻസ് ഫോർ എനിത്തിങ് എന്ന് പറയുന്ന പോലെ. എനിക്കിപ്പോൾ ക്യാൻസർ വന്നേ പിന്നെ എനിക്ക് പലതിനും ലൈസൻസാണ്. ഇതുപോലെ നേരത്തെ ഇറങ്ങാം. പിന്നെ പണ്ടേ ഇങ്ങനെ രാത്രി ലേറ്റ്, പിന്നെ പേഷ്യൻസിനെ കാണുന്നത് കൂടുതലും രാത്രികളിലാണ്. കൂടുതൽ പേർക്ക് മറ്റപ്പുറത്തും ഇപ്പുറത്തും ആരും അറിയരുത് ഇങ്ങനെ അവർക്ക് ക്യാൻസറാ, അല്ലെങ്കിൽ അവർക്ക് വിഗ് തരാൻ പോവുക. എന്നെ കാണുമ്പോഴേ വിഗ് ക്യാൻസർ എന്നൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ടല്ലോ മുഖത്ത്, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാർ അറിയരുത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് വരാൻ പറയും. അങ്ങനെ ഞാൻ പോകുന്നത് എപ്പോഴും രാത്രി പാതിരായ്ക്ക് 12 മണി 1 മണിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതെന്നെ ഒരു നല്ലൊരു ഡ്രൈവർ ആക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ചില ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുമ്പം അങ്ങനെയാണ് നമ്മൾ ഓടിച്ചോടിച്ചോളാം പഠിക്കുന്നത്. അപ്പം അങ്ങനെയാണ് പോകുന്ന ഡേയിൽ. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഐ ഫൈൻഡ് ടൈം, എനിക്ക് വേണ്ടിയിട്ട് ടൈമുണ്ട്. വെദർ ഇറ്റ് ഇസ് വിത്ത് വാട്ടർ, വെള്ളമായിട്ടുള്ള കയാക്കിങ് ആക്ടിവിറ്റിയോ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് വെള്ളത്തിലിരിക്കുക, അല്ലെങ്കിൽ വെള്ളം നോക്കി നിൽക്കുക, അതെനിക്ക് ഭയങ്കര എനർജി തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെന്തായാലും ഞാൻ സമയം കണ്ടെടുക്കും. പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ കുറേ കാണും. വീക്കെൻഡ്സ് എപ്പോഴും പിള്ളേർ ചെറുതായിരുന്നപ്പോഴൊക്കെ എപ്പോഴും വീക്കെൻഡ്സ് ഞാൻ അങ്ങനെ ഒന്നും എടുക്കത്തില്ല പിള്ളേർക്ക് വേണ്ടിയിട്ട്. പിന്നെ കല്യാണങ്ങളൊക്കെ വരും. ഞങ്ങളുടെ കല്യാണങ്ങൾ ഞങ്ങൾക്ക് 3, 4, 5 കല്യാണങ്ങളായിരിക്കും ഒരു ദിവസം. ആരാ എൻ്റെ കൂടെ പിള്ളേർ, അവരും ചാടിക്കറി വരും എൻ്റെ കൂടെ കൊണ്ടുപോവരെ. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെയായിരുന്നു. ഇപ്പം കയാക്കിങ് കടന്നു വന്നേ. കയാക്കിങ്ങിനെ പറ്റി ഈ അടുത്ത കാലത്ത് ഞാനൊരു വാർത്ത കേട്ടിരുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാലും എന്തൊക്കെയോ റെക്കോർഡുകളെ പറ്റിയൊക്കെ എവിടേക്കോ വായിച്ചതുപോലെയൊക്കെ തോന്നിയിരുന്നു. ശരിക്കും എന്തായിരുന്നു? ഓൾ ഇന്ത്യ റെക്കോർഡോ അങ്ങനെ എന്തോ? ഓക്കെ അത് ഞാൻ അത് ക്യാൻസറിന് മുമ്പായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഓരോ സ്റ്റേറ്റും ഓരോ യൂണിയൻ ടെറിട്ടറിയിലുള്ള ഓരോ നദി കൂടെ കയാക്ക് ചെയ്തു. ആൻഡ് എന്നെ ഈയിടെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തേ. അവർ പറഞ്ഞ്, അത് ഇച്ചിരി പൈസ ഉണ്ടെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അതാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതിപ്പോൾ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടോ അങ്ങനെയല്ല ഞാൻ പോയത്. ഐ വെൻറ്റ് ആസ് നിഷ ജോസ് എന്നൊരു വ്യക്തി.
എനിക്ക് ആരെയും അറിയത്തില്ല. ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പം പഞ്ചാബിൽ ചെല്ലും. എന്നെ എല്ലാം ലോ കോസ്റ്റ് ആയിരുന്നു. ട്രെയിനിൽ കൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഈ കശ്മീർ നമ്മൾ ലിഡർ നദിയിലോട്ട് ചെല്ലണമെങ്കിൽ തന്നെ ഞാൻ കുതിരപ്പുറത്താണ് പോയത്. പഹൽഗമിൽ താമസിച്ചു. അങ്ങനെ. അപ്പം ഈ പഞ്ചാബ് ഒരു എക്സാമ്പിൾ പറയാം. പഞ്ചാബിൽ ഞാൻ എത്തുന്നത് അവിടെ ബിയാസ് നദിയിൽ ഖാർവാല എന്നൊരു സ്ഥലത്താണ് പോയി താമസിക്കുന്നത്. എല്ലാം വില്ലേജസ് ആണ്. ബീഹാർ മാത്രം പട്ന ടൗൺ ആയിരുന്നു, ബാക്കിയെല്ലാം വില്ലേജസ് ആയിരുന്നു. അപ്പോൾ ഈ ഇവിടെ എത്തണമെങ്കിൽ, അവിടെ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഞാനൊരു ഒരാളെ കണ്ടുപിടിച്ചു. അയാൾ പാട്ട് പാടും. ഒരു ബുള്ളറ്റ് മച്ചി എന്ന് പറഞ്ഞാൽ ഡോൾഫിൻ. അപ്പോൾ ആ ഡോൾഫിനെ കുറിച്ചൊരു പാട്ട് പാടി അയാൾ ഫേമസ് ആയ ഒരാളാണ്. അയാൾ ആ വില്ലേജിലെ ആളാണ്. അപ്പോൾ അയാളായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെയല്ല, ഞാൻ ഇറ്റലിയിലോട്ട് പോയി, ഈ ബുള്ളറ്റ് മച്ചി എന്നെ അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതായത് അയാൾ പ്രേമിച്ചു, കല്യാണം കഴിച്ചു, ഒരു അവിടുത്തെ ഒരാളെ പെണ്ണിനെ അവിടെ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഖാർമാവലയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം, പോയാൽ മതി. അയാളുടെ സണ്ണി എന്നാണ് പേര്. സണ്ണി എന്ന് പറഞ്ഞ ആൾ ഹണി സിംഗ് എന്ന് പറഞ്ഞ അയാളുടെ കസിനെ കോൺടാക്ട് ചെയ്തു. പിന്നെ അവിടെ വേറെ കുറേ പേരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഫോണിൽ കൂടെ. എന്നിട്ട് എനിക്കറിയത്തില്ലാത്ത സ്ഥലത്ത് അറിയാത്ത വ്യക്തികളെ ഞാനിങ്ങനെ ട്രെയിനിൽ പോവുകയാണ് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്ത്. അപ്പോൾ അടുത്തത് പഞ്ചാബാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവരുമായിട്ട് വിളിക്കുന്നു. ഇവർ വന്നു എന്നെ റിസീവ് ചെയ്യുന്നു. ആരാ അവർ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ലൈഫിലെ വലിയ റിസ്ക്കാണ് യു ടേക്കിംഗ്. പക്ഷെ ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ് ദ വേൾഡ് ആൻഡ് പീപ്പിൾ അറൗണ്ട്. ഒരു പോറൽ പോലും മേക്കാതെ ഫുൾ ഇന്ത്യ യാത്ര ചെയ്ത് വന്ന ആളാണ് ഞാൻ. എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഒരു കമൻ്റ് അടി പോയിട്ട്, ഇപ്പോൾ കമൻ്റ് അടി അടിച്ചാൽ നമ്മൾ അറിയത്തില്ല, വേറെ ഭാഷയാണ്. പക്ഷേ എൻ്റെ മോനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു, മമ്മ ഈ ഇങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മ ഏത് ഭാഷയിലാണ് ഈ സംസാരിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയിട്ടെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഓരോരുത്തരും ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കൊരു ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഒന്നൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഇവിടെ എല്ലാം പോയത്. പിന്നെ ഞാൻ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുന്നു. ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ണില്ല കാണുന്നത്. നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ കണ്ണിലൂടെയാണ് മറ്റുള്ള ആൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പോകുന്നത്, എനിക്കൊന്നും അവിടെ നിന്നൊന്നും അവരുടെ സാധനങ്ങൾ എടുത്തോണം വരാനോ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല. എനിക്കൊരു സിമ്പിൾ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ പോകുന്ന സൂഹിക്കാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല. ഞാൻ പോയത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരെ നേച്ചറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ. വെള്ളമാണെങ്കിൽ വെള്ളം, ഏർത്ത് ആണെങ്കിൽ ഏർത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം അവിടുത്തെ ആൾക്കാരെ. അത് ഒരൊറ്റ കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പോയത്. അപ്പം എൻ്റെ ആത്മാർത്ഥത, ഇത്രയും ദൂരെ വരുന്നു, നമ്മൾ ആൾക്കാരെ കാണാൻ വരുന്നു, ഇത്രയും ദൂരെ വന്ന് അവരുടെ അടുത്ത് സമയമെടുത്ത് അവരുടെ കൂടെ താമസിച്ച്, അതായത് ആ വില്ലേജിൽ താമസിക്കുന്നു. ആൻഡ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസാണ്. പഞ്ചാബിൽ ഒരു മുഴുവൻ വീട് അവരെനിക്ക് ഒഴിഞ്ഞു മാറി തന്ന അവിടുത്തെ ആണുങ്ങളെല്ലാം പുറത്ത് മാട്രസും മെത്തയില്ല, ഒരു തരം കട്ടിലുണ്ടല്ലോ അവരുടെ, ആ മെത്ത ഇട്ടിട്ട് അവരവിടെ കിടക്കുക. എന്നിട്ട് സ്ത്രീകൾ മാത്രം എൻ്റെ കൂടെ ആ വീട്ടിൽ. ഈ ഹണി സിംഗിൻ്റെ ആൾക്കാർ താമസിച്ചു. സണ്ണി എന്ന് പറഞ്ഞ ആൾ അറേഞ്ച് ചെയ്ത് തന്നെ. അത്രയൊക്കെ എൻ്റെ വീട്ടിലൊരാൾ വന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഞാൻ ജോനെയും ഇവിടെയുള്ള ആണുങ്ങളെല്ലാം പുറത്തോട്ട് ടെറസിൽ എവിടെയെങ്കിലും പുറത്ത് കിടത്തിയിട്ട്, പുറത്ത് വെയിൽ അവിടെ കിടത്തിയിട്ട് ഞാനും ആ സ്ത്രീനെ ഇതുപോലെ നോക്കുമോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ അതും ഒന്നും നമ്മളൊരിക്കലും സേഫ്റ്റി എന്നുള്ള നമ്മൾ ഈ ലെവൽ ഇത്രയും ചിന്തിക്കുന്നില്ലല്ലോ. അവരത്രയും ചിന്തിച്ചാണ് എന്നെ ഇത് ചെയ്തത്. ഐ വാസ് സോ സേഫ് എവ്രിവെയർ. ചാബിമുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയാളി കളക്ടറുണ്ട് അവിടെ. ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ചാന്ദിനി എന്ന് പറഞ്ഞു വേറൊരു ഐഎസ്കാരിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരെന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്തു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ അൻചാർ എന്ന് പറഞ്ഞൊരു പയ്യനെ കോൺടാക്ട് ചെയ്തു. ആ പയ്യൻ കയാക്ക് ചെയ്യും, അവനെ കോൺടാക്ട് ചെയ്തു. ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലായിരുന്നു കണക്ട് ചെയ്ത് പോയത്. ചില സ്ഥലത്ത് ഇപ്പം ഞാൻ മേഘാലയയിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടുത്തെ റൂട്ട് ബ്രിഡ്ജസിൽ പോകണം. അതുപോലെ തന്നെ അവിടെ ക്ലീനസ്റ്റ് ഏഷ്യൻ വില്ലേജ് ഉണ്ട്. ഈ 2 സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വില്ലേജിൽ താമസിക്കാനായിട്ട് എവിടെയാണ് താമസിക്കുന്നത്, അവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ പോലെ ഒരു സ്ഥലത്ത്, അത് വളരെ ലോ ബഡ്ജറ്റാണ്. ആ ഹോം സ്റ്റേയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഹോം സ്റ്റേയിൽ താമസിക്കാൻ ചെന്നപ്പോൾ അത് ആ വില്ലേജിൻ്റെ അകത്തൊരു ഹോം സ്റ്റേ ആയിരുന്നു.
ആ ഹോം സ്റ്റേ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർ വേറെ പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തു. ഡൗക്കി റിവറിൽ, ആ പുഴയിൽ ഒരു ട്രാൻസ്പെറൻറ്റ് റിവറാണ്. നമ്മുടെ വള്ളം നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് നിലവാണ് കാണുന്നത്, വെള്ളം കാണത്തില്ല. അത്രയ്ക്കും ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ് റിവർ. ആ ഡൗക്കിയിലുള്ള വള്ളക്കാരൻ അവൻ എന്നെ അടുത്ത ഈ റൂട്ട് ബ്രിഡ്ജസിൽ ഒരാളെ പരിചയപ്പെടുത്തി തന്നു. ആ റൂട്ട് ബ്രിഡ്ജസിനെ ആളെ ഞാൻ പോയി കാണുന്നു, അയാളുടെ കഥ കേൾക്കുന്നു. ഒരു യങ് ബോയ്, ഹി വാണ്ട്സ് ടു പ്രിസർവ് ഹിസ് ആൻസിസ്റ്റേഴ്സിൻ്റെ ആ റൂട്ട് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞ സാധനം വേര് കൊണ്ടുണ്ടാക്കുന്ന പാലങ്ങളാണ്. ആ പാലങ്ങൾ ഉപയോഗിക്കുന്നത് വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ അവർ ഈ പാലങ്ങൾ ഉപയോഗിച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോയാൽ അത് ഓരോന്ന് ഇൻട്രിക്കറ്റായിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അങ്ങനത്തെ ഓരോ സ്ഥലത്തെ ഓരോ കൾച്ചറില്ലേ, അത് ഈ ആൾക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകായിരുന്നു. ഒന്നുമില്ല, അവൻ അവിടെ തന്നെ നിന്ന്, എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അവൻ അവിടെ തന്നെ നിന്ന് അവൻ്റെ ആൾക്കാർ വേറെ ആൾക്കാരെയും കൂടെ യങ്സ്റ്റേഴ്സിന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച്, കാരണം ഇതിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. വേരുകളാണ്, മരകത്തിൻ്റെ വേരിൽ നിന്ന് ഉണ്ടാക്കുന്ന ബ്രിഡ്ജസ്. ഈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ദാറ്റ് ജേർണി. ഞാൻ ഒത്തിരി അങ്ങോട്ട് കൊടുക്കുകയും എനിക്ക് ഇങ്ങോട്ട് ഒത്തിരി കിട്ടുകയും ചെയ്തു. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, ഇന്നിപ്പം ഞാൻ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിന് സ്റ്റേജിൽ നിൽക്കുമ്പം കൊടിയും പിടിച്ച് ഭാരത് മാതയായിട്ടൊരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ പേട്രിയോട്ടിസം വരുന്നത്. വൈ? ബിക്കോസ് ഞാൻ ഹോൾ ഇന്ത്യ പോയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. ആ ജേർണി എൻ്റെ കൂടെ വന്നായിരുന്നെങ്കിൽ നമുക്കുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് പട്നയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങറ്റത്ത് രാജസ്ഥാനിലുള്ള ഒരാളുമായിട്ടോ, അല്ലെങ്കിൽ കോട്ടായിലുള്ള രാജസ്ഥാനിലുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ ലേ ലഡാക്കിൻ്റെ ഉള്ളിൽ അവിടെ താമസിക്കുന്ന ഒരാൾ, ഇവരൊക്കെ ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സങ്കടം വരുന്നത്. കശ്മീരിൽ പഹൽഗാമിൽ ഞാൻ അവിടെ മുഷ്ടാഖ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ഓർഗനൈസ് ചെയ്ത് തന്ന താമസം എല്ലാം ഓർഗനൈസ് ചെയ്തായിരുന്നു. അവിടെ ഒരു കുതിരപ്പുറത്തുകാരൻ എന്നെ കൂടെ ഞാൻ അവരെല്ലാം വിളിച്ചു, ഹൗ ആർ യു. അപ്പം അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നം ഉണ്ടായപ്പം. പിന്നെ അവരൊക്കെ ഇറങ്ങി വെള്ളം കൊടുക്കാൻ പോയി. അവിടെ വന്ന ടൂറിസ്റ്റ് ഒത്തിരി പേര് സ്ട്രാൻഡഡ് ആയില്ല. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു ഒക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇഫ് യു സീ ദ ഹോൾ ഓഫ് ഇന്ത്യ ഫ്രം ദി ഐസ് ആസ് എൻ ഓർഡിനറി ലേ പേഴ്സണായിട്ട്, വലിയ ടൂറിസ്റ്റായിട്ടോ അങ്ങനെയല്ല, ഒരു ഓർഡിനറി പേഴ്സണായിട്ട് നമ്മൾ അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ ലവ് ചെയ്യും, ഫ്രം ദ ഹാർട്ട് ലവ് ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. ശരിക്കും യാത്രയിൽ ദൂരങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇത്രയും വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളൊരു രാജ്യം വേറെ ഇല്ലല്ലോ. ഇപ്പം ഒരു സാമൂഹിക പ്രവർത്തക എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് ചേച്ചി ഒരു പ്രചോദനമാണ് എല്ലാ അർത്ഥത്തിലും. അതുപോലെ ചേച്ചിക്കും ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു പ്രചോദനം, റോൾ മോഡൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവുമല്ലോ? ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഓരോ കാര്യങ്ങൾ അപ്പം വരുന്നത്, അപ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ ബി മൈ റോൾ മോഡൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹർത്താലിനെതിരെ, കാരണം ഹർത്താൽ വരുമ്പം എന്തോരം പേർക്കാണ് പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നറിയാം. അപ്പം ഒരു പേഷ്യൻറ്റിനെ ഞാൻ തിരുവല്ല അപ്പുറം പത്തനംതിട്ടയിൽ മീറ്റ് ചെയ്തൊരു പേഷ്യൻ്റ് ആയിരുന്നു. ആ പേഷ്യൻ്റ് പറയുന്നത് 4 ഇരട്ടി കാശ് കൊടുത്തിട്ടാണ് RCC പോകേണ്ടത്. ഹർത്താലായതുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആരാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ? ആ ലേഡി ആയിരിക്കാം. സോ അതുകൊണ്ട് അങ്ങനെ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയൊന്നും അല്ല. ആസ് ഐ ഗോ ഫോർവേഡ്. പിന്നെ എഴുത്ത്, ഇപ്പം ഞാൻ അച്ചാച്ചൻ്റെ കാരുണ്യ ലോട്ടറി, അത് ഞാൻ ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പറായിട്ട് കാരുണ്യ ബെനവലൻസ് സ്കീം കേരള മോഡൽ എന്ന് പറഞ്ഞ് ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, യു ഹാവ് എ ഫ്ലെയർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കോക്കിൽ ഞാൻ നമ്മുടെ അച്ചാച്ചൻ്റെ ടോയ്ലിംഗ് ക്ലാസ്, ഞാൻ ഇവിടുത്തെ ഹോം സ്റ്റേ, ഈ ബ്രില്യൻറ്റും അങ്ങനത്തെ ട്യൂട്ടോറിയൽസൊക്കെ നടത്തുന്ന കാരണം കുറേ ഹോം സ്റ്റേസ് വന്നു. ആ ഹോം സ്റ്റേസ് റൺ ചെയ്യുന്നത് അധ്വാന വർഗമല്ലേ. അപ്പോൾ അവരുടെ വെച്ചിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് അത് ഞാൻ ബാങ്കോക്കിൽ MTMI യൂണിവേഴ്സിറ്റി ഈസ് ആക്ച്വലി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്, പക്ഷെ അവരുടെ കോൺഫറൻസ് ബാങ്കോക്കിലായിരുന്നു. അവിടെ ഞാൻ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പല പേപ്പേഴ്സ് ഞാൻ പല സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലഡ്സിന് ശേഷം കുറേ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തു. ബിസിനസ് ഈക്കോ സിസ്റ്റംസ് എന്നും പറഞ്ഞ് ഒരെണ്ണം ഞാൻ മൈസൂരിൽ SD സംതിങ്, ഒരു വലിയൊരു പേര്, ധർമ്മ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവിടെ
അവിടെ മൂന്ന് വർഷം ഞാൻ പോയി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പേപ്പേഴ്സ്. അപ്പം ഇതെല്ലാം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് അച്ചാച്ചൻ്റെ ഓരോ പ്രോജക്ട്സ്. എൻ്റെ ആദ്യത്തെ ബുക്ക് ടോയ്ലിംഗ് മാൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ആ ബുക്ക് വരാൻ കാരണം അച്ചാച്ചനെതിരെ അന്ന് ആ ബാറിൻ്റെ വിഷയം പറഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഐ വാണ്ടഡ് ടു ഡു സംതിങ് അച്ചാച്ചന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ അച്ചാച്ചൻ്റെ ബഡ്ജറ്റുകളെല്ലാം വായിച്ചു. പിന്നെ അച്ചാച്ചൻ്റെ ബഡ്ജറ്റും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി സ്റ്റേറ്റിൻ്റെ മൊത്തം ബഡ്ജറ്റുകൾ ഞാൻ വായിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. പിന്നെ ഇതുപോലെ തന്നെ ഫ്ലഡ്സ് 2000 വിമൻ ഇൻ ഫ്ലഡ്സ് 2018 എന്നും പറഞ്ഞ ഒരു പേപ്പർ ഞാൻ JNUവിൽ പ്രസൻറ്റ് ചെയ്തു. JNUയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൽ നടത്തിയൊരു അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ഒരു ബുക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ അതെടുത്തു. അപ്പം ഇതെല്ലാം ഇഫ് യു ആസ്ക് മീ എങ്ങനെയാണ് വൺ വെൻറ്റ് ഇൻ ടു ദി അതർ. ഫ്ലഡ്സിൽ അവിടെ സ്ത്രീകളെ കണ്ടപ്പം എത്രമാത്രം ഗട്ട്സി വുമൺ ആണ് നമ്മുടെ കേരള വുമൻ. എത്രമാത്രം സ്പാർക്കുണ്ട് അവർക്ക്, എത്രമാത്രം ശാക്തീകരിപ്പെട്ട ഭയങ്കര എന്താ പറയുക എംപവേർഡ് വിമൻ ആണ് നമ്മുടെ കേരളത്തിലുള്ളവർ. ശരിക്കും എംപവേർഡ് ആണ്. അവരെ കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റഡി നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ അത് JNUവിലെത്തി. JNUന്ന് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനായി മാറി. അങ്ങനെ പോയി. ഇപ്പം ഞാൻ കറൻ്റ്ലി എൻ്റെ ഒരു റിസർച്ച് PhD ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ ഡിഫെൻസ് കഴിഞ്ഞു. കോൺവക്കേഷൻ അടുത്ത മാസമാണ്. ഇത് 4.5 വർഷം ഞാൻ ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സെയിൻറ്റ് തോമസ് കോളേജിൽ 2015-17 ഡിഗ്രിക്ക് മാസ്റ്റേഴ്സ് ചെയ്തപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ജെൻഡർ ബഡ്ജറ്റ്. അതിങ്ങനെ വായിച്ച് ഇച്ചിരി വായിക്കായിരുന്നു. പക്ഷെ അതാണ് ഞാൻ എൻ്റെ നമ്മൾ PGക്ക് നമുക്കൊരു പ്രോജക്റ്റ് ഇല്ലേ, എൻ്റെ പ്രോജക്റ്റ് അതായിരുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്തിൻ്റെ ജെൻഡർ ബഡ്ജറ്റിംഗ് ആയിരുന്നു. മുനിസിപ്പാലിറ്റീസ് മാത്രമേ ഞാൻ പഠിച്ചത്. വൈക്കം, കോട്ടയം, പാല, ഈ 3 മുനിസിപ്പാലിറ്റി, ചങ്ങനാശ്ശേരി ഉണ്ട്. 4 മുനിസിപ്പാലിറ്റീസിനെ പഠിച്ചിട്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പഠിച്ചപ്പോഴത്തേക്കിനാണ് അടുത്തതിലോട്ട് പോയത്. അതായത് സോ ഇഫ് യു ആസ്ക് മീ ഹൂ ഇൻസ്പയേഴ്സ് യു, അതൊരു പേഴ്സൺ അല്ലായിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, ചിലപ്പം പല കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത് അടുത്തയിലോട്ട് പോകാനായിട്ട്. ഇതും ശരിക്കും ഒരു അത്ഭുതമാണ് കേൾക്കുമ്പോൾ. ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന 2 ചോദ്യങ്ങളാണ്, പക്ഷെ അത് ഞാനും കൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ ചെറിയച്ഛൻ, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളെ വിട്ടുപോയി. അപ്പം ഈ ഒരു വില്ലൻ വന്നത് ഒരു പല്ലുവേദനൻ്റെ രൂപത്തിലാണ്. അപ്പം അദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അവിടെ നേരെ RCCന്ന് ഒഴിവാക്കി വിട്ടപ്പോൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അവിടേക്കൊക്കെ എത്തി. അവസാനം ആളെൻ്റെ കൈ കിടന്നാണ് മരിച്ചത്. അദ്ദേഹത്തിന് 2 ചെറിയ പെൺകുട്ടികളായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളാണ്. എൻ്റെ ജീവിതം തന്നെ വെറുത്തു പോയിട്ടുണ്ടായിരുന്നു RCCയിലെ ചില കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ. ഞാൻ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. എനിക്ക് മരണത്തിന് പേടിയായിരുന്നു, അസുഖങ്ങളെ പേടിയായിരുന്നു, സൂചി വയ്ക്കുന്നത് പേടിയായിരുന്നു. അങ്ങനെയുള്ളൊരു ഞാനാണ് ഈ കാഷ്വാലിറ്റി അവിടെ ഇവിടെയൊക്കെ ഈ ആളെയും കൊണ്ട് ആളെൻ്റെ കയ്യിൽ നിന്നാണ് മരിക്കുന്നത്. അപ്പം പോയ സമയത്ത് അപ്പോഴും എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ കാഴ്ചപ്പാടുകൾ, ഈ ക്യാൻസറിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നത് ചേച്ചിയുടെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ്. ഇപ്പോഴും എന്നെപ്പോലെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ ഒരു മഹാമാരിനെ അല്ലെങ്കിൽ ഈ വലിയ അസുഖത്തിനെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് നമുക്കെല്ലാവർക്കും ഒരു ടൈമുണ്ട്, ഒരു സ്പാനുണ്ട്. അത് നമുക്ക് എങ്ങനെ മാറ്റി മറിക്കാനും തിരിക്കാനും നോക്കിയാൽ നമ്മൾ മരിക്കേണ്ടപ്പം നമ്മൾ മരിക്കും. കൂടുതൽ പേരും മരണം ഓർത്തുകൊണ്ടാണ് പേടിക്കുന്നത്. പിന്നെയുള്ള ആൾക്കാർ പേടിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ആസ്പെക്ട്സ്, ഇപ്പോൾ കീമോതെറാപ്പി, ഛർദി, ക്ഷീണം, വയ്യായ്മ, അതാണ് അടുത്ത. പിന്നെ വേറെ കുറേ പേരുണ്ട്, ഇപ്പം ഹെയർ ഇല്ലാതെ പോകുന്നു കീമോ ചെയ്യുമ്പം, അതിൻ്റെ സൈഡ് ഇഫക്റ്റ്, മുഖം ഇങ്ങനെ പോകുന്നു, കറുത്തു പോകുന്നു, ദശ പോകുന്നു, തുള ഇടുന്നു, അങ്ങനത്തെയൊക്കെ കുറേ ആസ്പെക്റ്റ്. പല റീസൺസ് കൊണ്ടാണ് ആൾക്കാർ ഈ ക്യാൻസറിനെ പേടിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒന്ന് ഏർലി ഇഫ് വി ടേക്ക് കെയർ ഓഫ് ആർസെൽവ്സ്, നമ്മളെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ ഓക്കെ, അതൊന്ന് നമുക്ക് കുറേയൊക്കെ നമുക്ക് തടയാൻ പറ്റും, ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ മാമോഗ്രാം എല്ലാ വർഷം 40 years and above ആണെങ്കിൽ ചെയ്യുവാണെങ്കിൽ ക്ലിയറാണ് നമുക്ക്.
അതൊന്ന്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് വൺ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ആ ടെസ്റ്റ് അത്യാവശ്യത്തിനുള്ള നേരത്തെ ചെയ്യേണ്ടത് ചെയ്യുക. ഇപ്പം പുതിയത് മറ്റേ സെർവിക്കൽ ക്യാൻസറിനുള്ള വാക്സിൻ ഉണ്ടല്ലോ, ഇപ്പം യങ്സ്റ്റേഴ്സിന് അതിപ്പം മസ്റ്റായി വരുക. നമ്മൾ യങ്സ്റ്റേഴ്സിന് 18 ഇയേഴ്സ് ആൻഡ് ബിലോ നമ്മൾ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടൊരു വാക്സിൻ ഉണ്ട്. അതിപ്പോൾ റോട്ടറി പ്രോജക്റ്റായിട്ട് എടുത്തിരിക്കുക, അത് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും അല്ല, നമ്മൾ ഒത്തിരി സൂക്ഷിച്ചു വന്നിട്ടും പിന്നെ നമുക്ക് ക്യാൻസർ വരുവാന്ന് വിചാരിച്ചു. ഇപ്പം അത് ക്യാൻസർ എന്നല്ല, എന്ത് പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ പേടിച്ചു പോയാൽ അവിടെ അങ്ങ് നിന്ന് പോകത്തേ ഉള്ളൂ. എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് ഞാനിപ്പം ആക്ച്വലി കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ ഫേസ്ബുക്കിൽ കൂടുതൽ കാണിക്കുന്നതും എനിക്ക് എന്നെ ഷോ ഓഫ് ചെയ്യാനല്ല. പക്ഷേ ഈ കാണുന്ന ഇപ്പോൾ വൈശാഖൻ തന്നെ പറഞ്ഞില്ലേ, യു വാച്ച്ഡ് മീ, എൻ്റെ എന്തോ പ്രോഗ്രാംസ് കണ്ടു, ടോക്സ് കേട്ടു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടു. പോസ്റ്റ് ക്യാൻസർ ക്യാൻസർ ഒന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്നാ പറയുക തോട്ടാണ്, ഒരു ബിലീഫാണ് ക്യാൻസർ അങ്ങനെ എങ്ങനെയാണ്. നമുക്ക് ചെയ്യാം, വി ക്യാൻ ഡു സോ മെനി തിങ്സ്. എനിക്കിപ്പോൾ ഹോർമോണൽ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുക, ചെറിയൊരു ഗുളിക, ആ ചെറിയ ഗുളികയ്ക്കും ഉണ്ട് ചില സൈഡ് ഇഫക്ട്സ്. ചിലപ്പോൾ നമുക്ക് ബോഡിയൊക്കെ സ്റ്റിഫാവും, ചിലപ്പം രാവിലെ എണ്ണീക്കുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ ചൂട് ഭയങ്കരമായിട്ട് വിയർക്കും. ഇനി ഞാനൊരു പ്രോഗ്രാമിന് ചെന്നുമ്പോൾ ഞാനിന്ന് കുളിക്കുക, മറ്റവരൊക്കെ ഇങ്ങനെ കൂളും, എല്ലാവരും ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ എൻ്റെ അടുത്തിരിപ്പുണ്ട്, പുള്ളിക്കാരനെ കണ്ടതോ ഫേഷ്യൽ ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന പോലെയായിരുന്നു. ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹി വാസ് ലുക്കിംഗ് ഫ്രഷ്. ഞാനിങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുക. അതൊക്കെ ഈ മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. പക്ഷെ അതൊക്കെ ആലോചിച്ചിരിക്കാൻ പോവാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. ക്വാളിറ്റി ലൈഫ്, ഇറ്റ്സ് നോട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല കാര്യം. പക്ഷെ നമ്മൾ ഉള്ള ഇയേഴ്സിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുക. എൻ്റെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരുമായിട്ട് അടിച്ചു പൊളിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കുന്നു, എൻ്റെ ഹസ്ബൻഡായിട്ട് അടിച്ചു പൊളിക്കുന്നു. ഇപ്പം എനിക്ക് അമ്മേനെ നോക്കാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, ജോസിൻ്റെ അമ്മേനെ നോക്കുന്ന എൻ്റെ ഉത്തരവാദിത്വം. അതും അടിച്ചു പൊളിച്ച് തന്നെ ചെയ്യുക, എൻജോയ് ചെയ്ത് ചെയ്യുക. അല്ലാതെ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ഏൽപ്പിച്ചു, അയ്യോ അത് ചെയ്യണം എന്നോ, അത് ചെയ്യുന്ന കാര്യം സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട്. ഒരിക്കലും അത് എൻ്റെ ഒരു കടമയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് ഭയങ്കര ഡ്രെയിനിങ് ആവും, എൻജോയ് ചെയ്യത്തില്ല. അതിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫണ്ണി അല്ല, എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടുപിടിക്കണം. അടുത്തത് ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടാണ്. അതും എനിക്ക് എന്നെ കണക്ട് ചെയ്ത് പറയുന്നതായിരിക്കും ഏറ്റവും ഇത്. ചെറുപ്പത്തിൽ എൻ്റെ പല്ല് ഭയങ്കര ഗ്യാപ്പായിരുന്നു, ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. ഇച്ചിരി ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പ് എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് അധ്യാപകൻ പറയുക കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന്, അതിനുള്ള നീ ചിരിക്കരുത്, അതിന് ഉള്ളിലൂടെ ഒരു ഫുട്ബോൾ പാസ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ചിരിക്കുമ്പം അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു ആ ചെറിയ പ്രായത്തിൽ. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ വാ പൊത്തിയിട്ടായിരുന്നു ചിരിക്കാറ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വലുതായി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് പോയപ്പം എൻ്റെ കൂടെ കളിക്കുന്ന ഒരുത്തൻ എല്ലാവരും എന്തോ തമാശ പറഞ്ഞപ്പോൾ ഞാനും ചിരിച്ചു. അപ്പോൾ ഇവൻ അത്രയും ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയാം, വൈശാഖ കേട്ടാ നിങ്ങളുടെ മുഖമൊക്കെ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ പല്ല് കാണിച്ച് ചിരിച്ചാൽ ഒരു ടോയ്ലറ്റ് പോലെയാണ്. അത് എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ തകർത്തു. അതിനുശേഷമാണ് പല്ലിന് ക്ലിപ്പ് ഇട്ടതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു ഒരർത്ഥത്തിലൊരു ബോഡി ഷെയ്മിങ് ആണ്. അതെ, ആ രീതിയിൽ എൻ്റെക്കാൾ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി ബോഡി ഷേമിങ് നേരിട്ട ഒരാളാണ് ചേച്ചി. എങ്ങനെയായിരുന്നു ആ സമയത്ത് അതിനൊക്കെ നേരിട്ടത്? ഡെഫിനറ്റ്ലി വൈശാഖിന് വിഷമം തോന്നിയില്ലേ? കേൾക്കുമ്പോൾ വിഷമല്ല, ചില നേരത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കുഴി കുഴിച്ച് എൻ്റെ അകത്തോട്ട് പോകാൻ തോന്നുന്നല്ലോ. എനിക്ക് അത്ര തോന്നിയിട്ടില്ല, പക്ഷെ വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട് കേൾക്കുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഈ ഹോർമോണൽ തെറാപ്പിയുടെ ഇതിന് നമുക്ക് ഇമോഷൻസും നമുക്ക് ഇച്ചിരി കൂടുതൽ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയൊക്കെ വരും. അപ്പം ഹേർട്ടാവും ചിലപ്പം ചില ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ. അപ്പം മറ്റുള്ളവർ പറയും വലിയ ക്യാൻസറൊക്കെ കടന്നു വന്നു, അപ്പോഴാണ് ഇത് പറയുന്നത് മനസ്സിലാക്കാൻ പാടില്ലെന്ന് ചില പറയും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇമോഷൻസിൽ കൂടെ പോകുന്നതാണ് എനിക്കിപ്പം. അപ്പം എനിക്ക് ചില നേരത്ത് സങ്കടം വരും. കാരണം എനിക്കറിയാം ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് ഫുഡ് ഒരുവിധം ഞാൻ ഡയറ്റ് കൺട്രോൾഡായിട്ടാണ് കഴിക്കുന്നത്. ഡയറ്റ് കൺട്രോൾഡ് എന്നല്ല, ഐ എം ഈറ്റിംഗ് വൈസ്ലി, അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. വൈസായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും വണ്ണം വെക്കുവാണ്.
ഈ കാണുന്നവർ പറയുന്ന ആദ്യം അയ്യോ വണ്ണം വെച്ചല്ലോ എന്നാ പറ്റി, ക്യാൻസർ അല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയും പറയുന്നവരുണ്ട്. ക്യാൻസറിൻ്റെ ഇതായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല ക്യാൻസർ വരുമ്പോൾ ഒത്തിരി മെലിഞ്ഞല്ലേ പോകുന്നത്, ഇതെന്താ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. അപ്പം അതിന് ഞാൻ എന്നാ ചെയ്യണം? സോ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ വരും. ഏറ്റവും കൂടുതൽ നമ്മൾ കല്യാണം കഴിച്ച് ഞാൻ ഒത്തിരി സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കും. എൻ്റെ അമ്മായിമ്മ എന്നെ നല്ല ഭക്ഷണം കയറ്റി തരുമായിരുന്നു. അജോ മെലിഞ്ഞിരിക്കുന്നു, ഞാനും ഭയങ്കര മെലിഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയുടെ എന്ന് വെച്ചാൽ ഈ പാലായിലൊക്കെ കാണിപ്പള്ളി സൈഡിലൊക്കെ ഉള്ളൊരു തോന്നലാണ്, മരുമക്കൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് അവർ മെലിഞ്ഞു പോയാൽ അത് അമ്മായിമ്മയ്ക്കാണ് ചീത്ത. അപ്പം അമ്മ ശരിക്കും എന്നെ തീറ്റിക്കുമായിരുന്നു ആ സമയത്ത്. ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് പോയില്ല, അതിന് മുമ്പ് ഇച്ചിരി വണ്ണം വെച്ചു. ഇച്ചിരി വണ്ണം വെച്ചപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ അയ്യോ വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് ഫസ്റ്റിന് ഫുൾ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഒരു 7 months ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ 32 കിലോ ഒറ്റയടിക്ക് വെച്ച ആളാണ് അന്ന്. അതിൽ നിന്ന് കുറഞ്ഞായിരുന്നു, പക്ഷെ എന്നാൽ പോലും ആ സമയത്തും ഇതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അപ്പോഴൊക്കെ നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്നാന്ന് പറയുക, അതിനൊരു മരുന്നില്ല. നമ്മൾ മറ്റൊരാളുടെ വാ അടപ്പിക്കാൻ പറ്റില്ല. മാക്സിമം നമുക്ക് ചെയ്യുന്ന മരുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഓക്കെ അവർ പറയട്ടെ, അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ പറയട്ടെ. ചിലർക്ക് അതൊരു ഹാബിറ്റാണ്, അവരറിഞ്ഞുകൊണ്ടും പറയുന്നല്ല കേട്ടോ. ചിലപ്പോൾ ഒരു ഹാബിറ്റാണ്, അല്ല അവർക്ക് നമ്മളെ മോശമാക്കാനൊന്നും പറയുന്നല്ല. അത് ഓരോരുത്തർക്കും ഓരോ റീസണാണ്. ചിലർക്ക് നമ്മളെ ഒന്ന് താത്താനായിട്ട് വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞു വരും. ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും കേട്ടിട്ടുണ്ട് ഹോർമോണൽ മെനോപോസിന്റെ ടൈമിലൊക്കെ കൈയൊക്കെ എത്രയോ മെലിഞ്ഞിരുന്നവരുടെയൊക്കെ കൈയൊക്കെ വീർത്ത് വന്ന്. ഇപ്പം എനിക്ക് നോഡ്യൂൾസ് റിമൂവ് ചെയ്തു. നോഡ്യൂൾസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കിനും കൈ നല്ല വണ്ണം വെക്കും. ഇൻഫാക്ട് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റൈലിൽ ബ്ലൗസ് ഇടുന്ന വലിയ സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ സ്റ്റൈൽ ബ്ലൗസ് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ കൈയിൻ്റെ വണ്ണം കുറച്ച് കാണാതിരിക്കാൻ, 1, 2 മോർ ദാൻ കാണാതിരിക്കുന്നത് നമുക്ക് ടൈറ്റായിട്ടൊന്നും ഇടരുതെന്ന് പറഞ്ഞു. ഈ കയ്യിൽ നോഡ്യൂൾസ് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട്, ഈ കയ്യിൽ പ്രഷർ എടുക്കാൻ പറ്റില്ല, ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റില്ല, ഒന്നും വേണ്ട. ഞാൻ ഈയിടെ ഒരു അടക്കിന് പോയപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്താൽ ഒരാളുടെ ഒന്ന് തൊട്ടിങ്ങനെ അറിയാതെ ഇങ്ങനെ തട്ടിപ്പോയതേ ഉള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാന്തുന്ന പാട് പോലത്തെ ഒരു പാട് വന്നു കഴിഞ്ഞു. അത്രയ്ക്കും ഡെലിക്കറ്റാണ് ഈ കൈനാ തട്ടിയെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നെ. അപ്പോൾ അവരെപ്പോഴും പറയും സൂക്ഷിക്കണമെന്ന് പറയും. വണ്ണം പിന്നെ ഈ പേഷ്യൻസിൻ്റെ കണ്ടില്ല കൈ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്, അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അതൊക്കെ നമ്മളപ്പോൾ എക്സസൈസ് ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം. ഞാൻ എവിടെ പോയാലും ഈ ഒരു മെസ്സേജാണ്, എക്സസൈസിൻ്റെ മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളുടെ വാ അടയ്ക്കാൻ പറ്റൂല. ചിലർ കൾച്ചറൽ കാരണമാണ് പറയുന്നത്, ചിലർ അസൂയ കാരണമാണ് പറയുന്നത്, ചിലർ അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് അറിയത്തില്ല, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും പറയുന്നത്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മുഖം ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ഐഡിയകളുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ വണ്ണത്തിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന അത് അറിഞ്ഞുകൊണ്ട് തന്ന അതൊക്കെ ഒരു ക്രിമികടിയാണ്. അതിന് മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളൊരു കേസിന് പോയാൽ പോലും അതിലൊന്നും ഒന്നും വേണ്ട. വലിയ എന്നാ രാഷ്ട്രീയക്കാരോ എന്നാ വെച്ചാൽ വലിയ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാർ പോലും വൃത്തിയോട് പറയുന്ന ഒരു കാലമല്ലേ ഇപ്പം. തീർച്ചയായും എന്താ പറയണ്ടേന്ന് അറിയത്തില്ലാത്ത വൃത്തിയായിട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു, കമൻറ്റ് അടിക്കുന്നു. എൻ്റെ ക്യാൻസറിനെ പറ്റി കമൻറ്റ് അടിച്ച ഒരാളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശരിയല്ല, ഇറ്റ്സ് നോട്ട് ഡൺ. കാരണം ഞാൻ എപ്പോഴും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തിട്ടല്ല, വേറെ ഒത്തിരി പേരുണ്ട് ഇതുപോലെ. അന്ന് എനിക്ക് ബോഡി ഷേമിങ് ഉണ്ടായപ്പോഴത്തേക്കിനും അന്ന് ഞാൻ അതിനെ റിയാക്ട് ചെയ്തത് ഇസ് നോട്ട് ബിക്കോസ് ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടൊന്നല്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയും. ഇത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ അടുത്ത് എത്രയോ സ്ത്രീകൾ, പിന്നെ വൈശാഖിനെ പോലെ യങ്സ്റ്റേഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഞാനെല്ലാം ഗുണ്ടുമായിരുന്നു, അപ്പം എന്നെ നേരം ഗുണ്ടു എന്ന് വിളിക്കായിരുന്നു, അങ്ങനെ വിളിക്കായിരുന്നു, ഇങ്ങനെ വിളിക്കായിരുന്നു, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദെൻ ഐ ഫീൽ ഓ ഗുഡ്, നന്നായി ഞാനത് ചെയ്തത്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ റൂൾസ് ഒന്നും ഒരു കാര്യമില്ല. ലോ ഒന്നും ഇപ്പോഴും വാദി പ്രതിയായി പോകുന്ന പോലെയാണ്. പണ്ട് ഞാനൊരു സൈബർ കേസിന് കൊടുത്തിട്ട് ഇപ്പോഴും ആൾക്കാരുടെ വിചാരം ഞാൻ അയാളെ ദ്രോഹിച്ചു. എനിക്കെതിരെ പറഞ്ഞ് എനിക്ക് എന്തോരം എനിക്കെന്ത് മെൻ്റൽ ട്രോമ ഉണ്ടായിരുന്നു, ഫിസിക്കൽ ട്രോമ ഉണ്ട്. ഫിസിക്കൽ പറഞ്ഞാൽ ലേഡീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് മുഴുവൻ ബോഡിയിലാണ് സ്റ്റഫ് ചെയ്യുന്നത്. വാട്ടർ റിട്ടൻഷൻ, പീരിയഡ്സ് ഇഷ്യൂസ് വരുന്നു, ഇതെല്ലാം ഈ അറ്റാക്കിങ്ങിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ട് ഞാനൊരു കേസിന് പോയെന്നും പറഞ്ഞുകൊണ്ടും തിരിച്ചു വരുക. അതായത് ഞാനാ ഭയങ്കര സാധനം, വാദി പ്രതിയാവെന്ന് പറയത്തില്ലേ,
അയ്യോ ഇറ്റ്സ് വെരി സാഡ്. അതെന്താ അങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഭയങ്കര സാധനങ്ങളായി മാറുന്നു. അതെല്ലായിടത്തും അങ്ങനെയാണ്. അതൊരു ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡൺ. അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ, കേരള രാഷ്ട്രീയത്തിലല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെ വ്യക്തിഹത്യകളും മറ്റും നേരിട്ട ഒരു കുടുംബം ചേച്ചിയുടെ ആയിരിക്കും. ഇപ്പോൾ ജോസ് സാറിനെ ആണെങ്കിലും സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന ഓൺലൈൻ മീഡിയാസ്. എനിക്ക് സങ്കടം വരുന്ന ചില കാര്യങ്ങൾ ജോനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോഴാണ്. അതായത് ഞാൻ ആലോചിക്കും, നിങ്ങളൊന്ന് വന്നൊന്ന് പരിചയപ്പെട്, നിങ്ങളൊന്ന് വന്ന് ഇവിടെ വന്നിരിക്കും ഞങ്ങളുടെ കൂടെ രാവിലെ ഒരു 8:45 9:15 ഇടയ്ക്ക് വന്ന ആ സമയത്ത് എപ്പോഴെങ്കിലും ജോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാത്തിരിക്കും. അപ്പം വന്ന് കൂടെ ഇരിക്കുക, കഴിച്ചുകൊണ്ട് വർത്താനം പറ, എന്നിട്ട് നിങ്ങൾ പറ. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പറയില്ലേ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഇവിടെ വന്ന് നിൽക്കുക, ഞങ്ങളിവിടെ നല്ലതായിട്ട് ഹോസ്റ്റ് ചെയ്യാം, നിങ്ങളെ ഒന്ന് നോക്ക്, ഒരു 3-4 ദിവസമൊക്കെ നിന്ന് നോക്ക് എങ്ങനെയാ ആളുടെ സ്വഭാവം, എങ്ങനെയാ ആൾക്കാർ. വണ്ടി കയറി ഒന്ന് പോ, എത്ര പേരെയാ കാണുന്നത്, എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്, ഒന്ന് അങ്ങനെയൊക്കെ പോകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ പോളിറ്റീഷ്യൻസ് എല്ലാവരും ആവണമെന്നില്ല, പക്ഷെ കൂടുതൽ പോളിറ്റീഷ്യൻസ് ആത്മാർത്ഥതയുള്ളവർ എത്രമാത്രമാണ് അവർ അവരുടെ സമയം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജോസിന് വേണ്ടിയിട്ട് ജോന് വേണ്ടിയിട്ട് ചെയ്യാം, അതൊക്കെ മാറ്റി വെച്ച് ഈ ഇതും അതും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓട്ടമാണ്. ഇപ്പം പാർട്ടിയുടെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങറ്റം വരെ പോവും. ഇപ്പം മണിപ്പൂരിന് പ്രശ്നം ഉണ്ടായിരുന്നപ്പം, അത് മാത്രമല്ല മറ്റേ സിസ്റ്റേഴ്സിന് പ്രശ്നം ഉണ്ടായപ്പം ഒക്കെ ഓടിപ്പോയേക്കുമല്ലേ, ഛത്തീസ്ഗഡിലും ഒക്കെ അവിടെ പോയി തിരിച്ചു വന്ന് പിന്നെയും പിറ്റേ ദിവസം തന്നെ പോയി. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുകയും ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി എന്ന അച്ഛൻ, ഭർത്താവ്, രാഷ്ട്രീയക്കാരൻ, ഈ 3 കാര്യങ്ങളെടുത്ത് എങ്ങനെ വിലയിരുത്തുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു മാർക്ക് ഇടുകയാണെങ്കിൽ? അത് രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഇടേണ്ടത്. പക്ഷെ ഞാൻ ആസ് എ ഇൻസൈഡർ ഈ വീട്ടിൽ നിന്ന് ഞാൻ നോക്കുമ്പം ഞാൻ നോക്കുന്നത് ജോയുടെ 100% കൂടുതൽ ഇടുന്നുണ്ട്. ആസ് എ ഹസ്ബൻഡ് ഇടുന്നുണ്ട്, മക്കളുടെ അടുത്ത് ഇടുന്നുണ്ട്, രാഷ്ട്രീയത്തിന് ഇടുന്നുണ്ട്, പാർട്ടിക്ക് ഇടുന്നുണ്ട്, പ്രോജക്ട്സിന് പുതിയ പ്രോജക്ട്സ് കണ്ടുപിടിക്കാനും ചെയ്യാനും ഇടുന്നുണ്ട്. ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഞാൻ കൂടെ നിൽക്കുന്ന ആൾ കാണുന്നത്. പക്ഷെ എനിക്കൊന്ന് പുറത്തുനിന്ന് ആർക്കെങ്കിലും വേറെ രീതിയിൽ വിലയിരുത്തണമെങ്കിൽ എടുത്താൽ അത് വേറെ കാര്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് ചേച്ചിക്ക്? അതെ തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കുറച്ച് ഒരു 10-30 കൊല്ലം പുറകോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു 1992 ആണെന്ന് തോന്നുന്നു. അന്നത്തെ മിസ് കേരളയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, ഇല്ലേ? എന്തായിരുന്നു അത്? ഞാൻ കോളേജിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മിസ് കേരളയുടെ കോമ്പറ്റീഷൻ. കോളേജിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. എല്ലാവരും കുറേ പേര് കൊടുത്തു, ഞാനും പേര് കൊടുത്തു. റമാനിക്ക ഫെമിന മിസ് കേരള, ഫെമിനായിട്ട് ടൈപ്പ് ചെയ്യുക ആദ്യമായിട്ട്. റമാനിക്ക കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ മിസ് കേരള കോൺടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പല ലെവൽസ് ആയിരുന്നു. ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടെർമിനേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞാണ് ലാസ്റ്റ് ഫൈനൽ 15 ആണോ 12 ആണോ ഞാൻ ഓർക്കുന്നില്ല, അത്രയും പേര് ഫൈനൽ വന്നു. അതൊരു December 31, 1991 92 വെളുപ്പിനെയാണ് റിസൾട്ട് വരുന്നത് ഒക്കെ. എങ്ങനെയായിരുന്നു റിസൾട്ട്? അപ്പൊ ഞാനാണ് ജയിച്ചത്. അത് പലർക്കും അറിയില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ഇന്റർവ്യൂ എടുത്ത് കണ്ടപ്പോഴാണ്, അതിലാണ് എനിക്കൊരു ഞെട്ടലായിരുന്നു ആ കാര്യം. ബേസിക്കലി അവിടെയും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ജയിക്കാൻ കാരണം ഐ തിങ്ക് എൻ്റെ ഇന്നസെൻസ് ആണ്, വേറൊന്നുമല്ല. ഇതൊരു വലിയൊരു സംഭവമായിട്ടോ ഇതിൽ ജയിച്ചില്ലെങ്കിൽ ഒന്നും എൻ്റെ ജീവിതമേ പോയി ഒന്നുമല്ല. നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈവൻ ഞാൻ പരീക്ഷകൾ എഴുതുന്നത് പോലും അങ്ങനെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ICWയുടെ എൻട്രൻസ്, പ്രിലിമിനറി എൻട്രൻസ് എല്ലാവരും പേര് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും പേര് കൊടുത്തു. BCom പഠിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു നോട്ടീസ് വരും, ഞാനും പേര് കൊടുത്തു. അന്ന് ഞാനും വേറൊരു കുട്ടിയും ഞങ്ങൾ 2 പേരും മാത്രമേ ജയിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇന്റർമീഡിയറ്റ് പാർട്ട് 1 പാർട്ട് 2 എല്ലാം പഠിച്ചു ICWയുടെ. പക്ഷെ ഒന്നും ഞാൻ ചെയ്യുന്നത് എനിക്കിത് ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, എങ്ങനെയാണ് അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം എനിക്ക് പ്രഷർ വന്ന എപ്പോഴാണെന്നറിയാം. ഞാൻ 2015-17 MCom പഠിക്കാനായിട്ട് പാലായിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ എനിക്ക് പഠിക്കണം, ഐ വാണ്ട് ടു ലേൺ, ഐ വാണ്ട് ടു മിങ്കിൾ വിത്ത് പീപ്പിൾ. എൻ്റെ പിള്ളേരുടെ പ്രായമുള്ള പിള്ളേരാണ്. അപ്പം ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ദ സൈക്കോളജി ഓഫ് ദ യൂത്ത്. എനിക്ക് കൂടുതൽ എനിക്ക് പഠിക്കണം, എനിക്ക് ആ ഒരു ഡിഗ്രി MCom ഡിഗ്രി എടുക്കണം. 2 ഡിഗ്രി വേറെ, 2 മാസ്റ്റേഴ്സ് ഉണ്ട് വേറെ, ഇത് 3ാമത്തെ ആണെന്ന് ഓർക്കണം.
ഞാൻ എല്ലാ ദിവസവും ബസ്സിന് പോയി വരുന്നു. അല്ല, പക്ഷെ ആ പ്രഷർ വന്നപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ അഡ്മിഷൻ വേണമെങ്കിൽ എല്ലാ രീതിയിലും നോക്കുമ്പം എനിക്ക് വലിയ മാർക്ക് പ്രീ ഡിഗ്രിക്കൊക്കെ റാങ്ക് ഹോൾഡറാണ്. പക്ഷെ എൻ്റെ അന്നത്തെ മാർക്സും ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്ന മാർക്സ് എല്ലാവരും പറയില്ലേ പനി പോലത്തെ മാർക്സ് ആണെന്ന്, പനിയുടെ മാർക്ക് ഇതുപോലത്തെ മാർക്സ് ആണെന്ന്. ആ മാർക്ക് കൊണ്ടൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, ഇവിടെ മെറിറ്റ് കിട്ടത്തില്ല. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി കോട്ട, അങ്ങനെ എന്തൊരു കോട്ടയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിതാവിനെ കാണാൻ പോയി അഡ്മിഷന്. അപ്പം ഞാൻ എൻ്റെ എല്ലാ ക്രെഡൻഷ്യൽസും കാണിച്ചു. ഞാൻ നേരത്തെ പഠിച്ചപ്പോഴുള്ള എനിക്ക് എൻ്റെ ഹയസ്റ്റ് ടോപ്പറായിരുന്നു, ഞാൻ നല്ല സ്റ്റുഡൻ്റാണ്, ഞാൻ എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇതെല്ലാം കാണിച്ചു. പക്ഷെ എൻ്റെ പിതാവ് എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞു, മുരിക്കും പിതാവായിരുന്നു അന്ന് അഡ്മിഷൻ ഇൻചാർജ്. ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, നിഷാമയ്ക്ക് അഡ്മിഷൻ തന്നാൽ നിഷാമ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ ചാൻസ് ഡിപ്രൈവ് ചെയ്തിട്ടാണ് നിഷാമയ്ക്ക് അഡ്മിഷൻ തരുന്നത്. എന്നെ നിഷാമയെന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും അതൊരു നീതികേടല്ലേ ഒരാൾക്കെന്ന്. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, പിതാവേ എനിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അപ്പം 40 സംതിങ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 40 ഇത്രയും വയസ്സാണെന്നും പറഞ്ഞ് അങ്ങനെ പഠിക്കണ്ട എന്നങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ പിതാവ് പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ചുമ്മാ ഒരു ഫാൻസിക്കാണ് പോകുന്നത്, ഒരു സ്റ്റൈലിനോ ഫാഷനോ അതിനാ പോകുന്നത്. ആ വാക്കല്ല ഉപയോഗിച്ചത്, പക്ഷെ പിതാവ് അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ പോവുകയാണെങ്കിൽ അതൊരാൾക്ക് വേറൊരാൾക്ക് നഷ്ടമാണ്. ജെന്യുവനായിട്ട് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതുകൊണ്ട് കൊണ്ടുവരാനോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവ് ഐ റിയലി വോണ്ട് ടു സ്റ്റഡി. ഞാൻ പറഞ്ഞു ഞാൻ 2 മാസ്റ്റേഴ്സ് ഉണ്ട്, ഇത് 3ാമത്തെ മാസ്റ്റേഴ്സ് വേണമെന്ന് പറയുവാണെങ്കിൽ എനിക്ക് പഠിക്കാൻ അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ആലപ്പുഴയിൽ എൻ്റെ ഫാദറിൻ്റെ ഒക്കെ ചില കസിൻസൊക്കെ ഉണ്ട്, അവർ പല ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ ഇതുപോലെ തന്നെ ലോ പഠിച്ചിട്ടുണ്ട്, CA പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പഠനം എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ഇത് കൊണ്ടായിരിക്കാം ഞാൻ 3ാമത്തെ മാസ്റ്റേഴ്സിന് പോയി. ഏതായാലും പിതാവ് കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു ഉത്തരവാദിത്വം കൂടി, കാരണം പിതാവ് പറഞ്ഞ ആ വാക്ക് വേറൊരാളുടെ ചാൻസ് അവിടെ പോവാണ്. കാരണം അതൊരു മെറിറ്റ് സീറ്റ് അല്ലല്ലോ എനിക്ക്. പിന്നെ ഞാൻ കോളേജിൽ ചേർന്നപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ HOD ജോൺ സർ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ബെറ്റ് വരെ നടന്നു. ഞാൻ അവിടെ KC ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്, അതായത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ഈ പൊളിറ്റിക്സിലൊന്നും ഇല്ലാത്ത ആ ഒറ്റ രീതിയിലില്ലാത്ത ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ എന്നത്തിന് അവിടെ വന്ന് KC തുടങ്ങുന്നത് അങ്ങനെ വരെ. പിന്നെ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ഷൻ നിൽക്കാനായിട്ട് 2 കൊല്ലം ബസ്സിൽ കയറി ഇറങ്ങി വന്ന് പരീക്ഷ എല്ലാം എഴുതി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അപ്പോൾ അന്ന് ഇപ്പോഴും ഓർക്കുന്നു, ജോൺ സാറിനെ നല്ല രീതിയിൽ കുടഞ്ഞു. ജോൺ സാർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് അറ്റൻഡൻസ്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ കുറേ ദിവസം കാണത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല, ഇത്രയും ശതമാനം അറ്റൻഡൻസ് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഒരിക്കലും എനിക്ക് അറ്റൻഡൻസ് പോയിട്ടില്ല. വല്ലോ പിള്ളേർക്ക് വല്ല അത്യാവശ്യം വന്നെങ്കിൽ ഞാൻ ലീവ് എടുത്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും അറ്റൻഡൻസ് എപ്പോഴും അബവ് ആയിരുന്നു എനിക്ക്. ആൻഡ് അത് മാത്രമല്ല എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കോളേജിൽ, PG എല്ലാം എക്സ്ട്രാ കരിക്കുലർ. യൂത്ത് ഫെസ്റ്റിവലിന് വരെ പോയി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ അങ്ങനത്തെ അങ്ങനെയൊക്കെ പോയി, essay റൈറ്റിംഗ് അങ്ങനെയൊക്കെ പോയായിരുന്നു ഞാൻ, ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിനൊക്കെ. അതായത് കോളേജിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയി. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയപ്പം ഫൈനലി മാർക്സൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബോറം മാർക്സ് എനിക്ക് കിട്ടിയിട്ടില്ല, ഉള്ള സത്യം പറയാം. എപ്പോഴും ഞാൻ ടോപ്പറായിരുന്നു, പക്ഷെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം പഠിപ്പിച്ച് എല്ലാവർക്കും നല്ല മാർക്ക്. ഞാൻ ആ എല്ലാവരുടെയും തൊട്ട് താഴെയായിരുന്നു, പക്ഷെ മോശം മാർക്കല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബോറം മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പം പക്ഷേ ഐ ആക്സെപ്റ്റഡ് ദാറ്റ്. ആൻഡ് പിന്നെ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓവറോൾ സർട്ടിഫിക്കറ്റ് ബെസ്റ്റ് ഇത് മുരിക്കും പിതാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചു. അപ്പോൾ പിതാവ് വന്നപ്പോൾ ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ പുറകോട്ട് പോയില്ല. അവിടെ എനിക്ക് ഇച്ചിരി പ്രഷറുണ്ടായിരുന്നു, കാരണം നമ്മൾ മാരീഡാണ്, പിള്ളേരുണ്ട്, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, ഹോംവർക്ക് ഉണ്ട്. എൻ്റെ കുഞ്ഞുമണിയാണെങ്കിൽ സ്ഥിരം എന്നെ ഇരുന്ന് കളിയാക്കുമായിരുന്നു. അവനെപ്പോഴും പറയും അമ്മയ്ക്ക് എന്നത്തിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലും അവൻ്റെ ഹോംവർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും എടാ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യുക. അപ്പം അവൻ പറയും അമ്മ ഇതിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അസൈൻമെൻറ്റ് എഴുതി തരത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അപ്പോഴും ഞാൻ എഴുതി തരത്തില്ല, നീ തന്നെ പഠിക്കണം. ഞാൻ അങ്ങനെ അസൈൻമെൻ്റ് ഒക്കെ എഴുതി കൊടുക്കുന്ന അമ്മയല്ല, തന്നെ അവർ പഠിക്കണം, തന്നെ ചെയ്യണം. അപ്പോൾ അവൻ ഇച്ചിരി ബ്ലാക്ക് മെയിൽ ചെയ്യണം എന്നെ.
അവൻ പറയും ഞാൻ മുട്ട മേടിച്ചാലോ, ഞാൻ പറഞ്ഞു അത് നീയാ മുട്ട മേടിക്കുന്നത്, ഞാനല്ല മുട്ട മേടിക്കുന്നത്. അങ്ങനെ അവനിങ്ങനെ പലതും ട്രൈ ചെയ്യുമായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ നടക്കത്തില്ലായിരുന്നു, ഏക്കത്തില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഐ റിയലി എൻജോയ്ഡ് കോളേജ്. സെയിൻറ്റ് തോമസ് കോളേജിൽ നല്ല പിള്ളേരായിരുന്നു, വെരി നൈസ് ചിൽഡ്രൻ. അതിൽ 2 പേരുടെ കല്യാണം ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അവരുടെ കല്യാണം കൂടി, അങ്ങനെ എവറിത്തിങ് എല്ലാം നല്ലൊരു കോളേജ് ലൈഫായിരുന്നു. പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയം ഉറ്റുനോക്കുന്നവരും മീഡിയാസും എല്ലാം ഒരുപോലെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞുമാണിയുടെ രാഷ്ട്രീയ പ്രവേശനം. ശരിക്കും കുഞ്ഞുമാണിയുടെ ആഗ്രഹം എന്താ, കാര്യത്തിൽ താല്പര്യം എന്താ? അവനിപ്പോഴും ഒന്നും ക്ലിയർ അല്ല അവൻ്റെ ലൈഫിൽ. അവനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പം 1 ഇയർ അവൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇപ്പം ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ 3 മക്കളെയും ഞങ്ങൾ എപ്പോഴും ഡിഗ്രി കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറയും 1 വർഷം. ആ 1 ഇയർ വർക്ക് ചെയ്യുമ്പോൾ ഒരൊറ്റ പൈസ കൊടുക്കത്തില്ല. അവർ തന്നെ മാനേജ് ചെയ്യണം, അവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യണം, അവരുടെ താമസം മാനേജ് ചെയ്യണം, കുക്കിംഗ് വരെ അപ്പം പഠിച്ചിരിക്കണം. അതിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല. ഇപ്പോൾ കുഞ്ഞുമാണി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം അവനും മൂത്ത മോളും കൂടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അവർ 2 പേരും തമ്മിൽ ഡിവൈഡ് ചെയ്തായിരുന്നു ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. കുക്കിംഗ് ആണെങ്കിലും ഇവനിങ്ങനെ ഈ ഓംലെറ്റും അങ്ങനത്തെയൊക്കെ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പരിചയം. മോക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയാം. ഇവൻ പച്ചക്കറി നല്ല രസമായിട്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടിയെല്ലാം, തോരനെല്ലാം എല്ലാം മെഴുക്ക് വരട്ടി സാധനങ്ങൾ അവനുണ്ടാക്കും. അപ്പോൾ അവർ തമ്മിൽ ഓരോന്നും ഡിവൈഡ് ചെയ്ത് അതുപോലെ തന്നെ. അപ്പോൾ അത് കോസ്റ്റ് കട്ടിങ്ങും കൂടിയാണ്, ഹെൽത്തി ഈറ്റിങ് രണ്ടും വരും. പക്ഷെ ഇതെല്ലാം അവരെ ലൈഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഞങ്ങൾ ഇപ്പം അവൻ ആ സ്റ്റേജിൽ കൂടെ പോവുക ഈ 1 ഇയർ. അപ്പോൾ അവന് ബസ്സിലാണ് പോകുന്നത് ജോലിക്ക്, അവൻ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ജോലി ഇൻറ്റേൺഷിപ്പിന് കിട്ടുന്നത് അത് വെച്ച് മാനേജ് ചെയ്യണം. അപ്പം അങ്ങനെ അവന് മാനേജ് ചെയ്യാം. എന്നിട്ട് ഈ 1 ഇയർ കഴിയുമ്പോഴാണ് തീരുമാനം എടുക്കുന്ന ഏത് PG ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളത്. മൂത്തയാള് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് പോയത്. അവള് വേറെ ഒരു ഡിപ്ലോമ ചെയ്തത്, വേറെ PG ചെയ്തില്ല. രണ്ടാമത്തെ ആള് ഡിഗ്രി കഴിഞ്ഞ് 1 ഇയർ ഇതുപോലെ വർക്ക് ചെയ്ത് 1.5 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് അവള് MBAക്ക് പോയത്. അത് കഴിഞ്ഞ് പിന്നെ വർക്കിന്. ഇവനിപ്പോൾ ഇതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് 1 ഇയർ ഇപ്പോൾ ഈ ബ്രേക്ക് എടുത്ത്. ഇതാണ് ലൈഫിനെ പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാ രീതിയിലും പ്രിപ്പയർ, ഈവൻ ഫോർ മാരേജിനെയും പ്രിപ്പയർ ചെയ്യുന്ന ഈ 1 ഇയറാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയത്തില്ല എങ്ങനെയാണ് ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അപ്പം അവർ എല്ലാം അറിയണം, ഫിനാൻസ് മാനേജ് ചെയ്യാൻ അറിയണം, ഹോം മാനേജ് ചെയ്യാൻ അറിയണം. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളും പഠിക്കണം, എല്ലാം അറിയണം അവർക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ PG എന്തെടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അവന് HR ചെയ്യുന്നത്. ഇതിന് മുമ്പ് അവൻ ചെയ്ത ഇൻറ്റേൺഷിപ്പ് മാർസ്ലീവ മെഡിസിറ്റിയിൽ അവന് കൗൺസിലിംഗ് ആ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ചെയ്തത്. അപ്പം ഇനി ഇതിനെ തീരുമാനം എടുത്തിട്ടില്ല വെദർ ടു ഡു MSW, ബിക്കോസ് അവന് സോഷ്യൽ വർക്ക് താല്പര്യമുണ്ട്. വെദർ ടു ഡു MA ഇൻ കൗൺസിലിംഗ്, അവന് സൈക്കോളജി നല്ല താല്പര്യമുണ്ട്. അതാണ് ഈ കൺഫ്യൂഷൻ ഇരിക്കുന്നത്. അപ്പം പിന്നെ MBA ചെയ്യണോ എന്ന് വെച്ചപ്പോൾ HR ഇപ്പം ഈ HR റിലേറ്റഡ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഏതായാലും അത് റൂൾഡ് ഔട്ടായി. എനിക്ക് തോന്നുന്നില്ല അവൻ MBA എടുക്കുമെന്ന്. ഒന്നല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MA ഇൻ കൗൺസിലിംഗ് ഓർ സോഷ്യൽ സൈക്കോളജി, ആ രീതിയിലായിരിക്കും. ആ സ്റ്റേജിൽ അവൻ നിൽക്കുന്നത്. അപ്പം അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് സാമൂഹ്യ പ്രവർത്തക എന്നുള്ളത് മാറിയിട്ട് ഒരു MPയോ MLA ആയിട്ട് ചേച്ചിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്നെ ഇപ്പം എൻ്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ, അത് മതി. കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ പുഴ ഒഴുകുമ്പം ഓരോന്നോരോന്നും വഴി കൂടെ ഇങ്ങനെ നടന്ന് പോവുക. അതിലങ്ങ് പോയി ഞങ്ങൾ അലിഞ്ഞു ചേർന്ന് ഓരോ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. എൻ്റെ ഇപ്പോൾ ഒരു വലിയൊരു പ്രയോറിറ്റി, 2 പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്ന്, ഞാൻ മേഘാലയ പോയപ്പോഴത്തേക്കും മോലോങ്നോങ് വില്ലേജിലെ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പാലായിൽ ഒരു ചെറിയൊരു കോളനി കണ്ടിട്ടുണ്ട്, ക്ലീൻ കോളനി. അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ സോളാർ ഫിറ്റിങ്സ് വെച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് റെഡിയാക്കി അതിനെ കുറച്ചും കൂടെ ബിൽഡ് ചെയ്ത് ആ കോളനീനെ ക്ലീനസ്റ്റ് കോളനി ഇൻ ഏഷ്യ എന്നുള്ളതാക്കണമെന്ന് അതൊന്ന് എൻ്റെ മൈൻഡിലുണ്ട്. രണ്ടാമത്തെ പ്രോജക്റ്റ് ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രിവാൻഡ്രത്തും കോഴിക്കോടും ഉണ്ട് ഇത്. അപ്പോൾ അത് കൂടുതലും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചില അമ്മമാർക്ക് അത്രയും പാലില്ല, അപ്പോൾ അവർക്ക് ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ പാലാണ് എടുക്കുന്നത്, ബാങ്കിൽ നിന്നുള്ള പാലാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ ഒത്തിരി പേഷ്യൻസിനിടയിൽ പോകുമ്പം മാസെക്ടമി ചെയ്ത പേഷ്യൻസ്, ബ്രസ്റ്റ് റിമൂവ് ചെയ്ത പേഷ്യൻസ് ഉണ്ട്. യങ് സ്റ്റേജിൽ ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അവരുടെ വിചാരം ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല, മക്കളുണ്ടാകാൻ പറ്റില്ല. ഈ മക്കളുണ്ടാകുന്നതും പാല് കൊടുക്കുന്നതും രണ്ടും വേറെ വേറെ കാര്യമാണ്.
അപ്പം ഞാൻ അങ്ങനെ 2 കേസസ് കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ മുമ്പ് ചോദിച്ചില്ലേ ഈ ആരാണ് എന്താണ് ഇൻസ്പയർ ചെയ്യുന്നത്, ഈ 2 പേഷ്യൻസ് എന്നെ ഇൻസ്പയർ ചെയ്തു. ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഇവിടെ കോട്ടയത്ത് ഒരെണ്ണം കൊണ്ടുവരണമെന്നാണ്. അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പം ഞാൻ റോട്ടറി ആയിട്ട് സംസാരിച്ചു. ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആൻ്റണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ്. ഓപ്പോൾ എന്നാണ് പ്രോജക്റ്റ്, ക്യാൻസർ റിലേറ്റഡ് പ്രോജക്ട്സ് ആണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം പുള്ളിക്കാരത്തിയുടെ മനസ്സിലും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ എന്നിട്ട് ഡോക്ടർ വീണ മാം ഇല്ലേ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് സംസാരിച്ചപ്പം പുള്ളിക്കാരത്തിയുടെ പ്രോജക്റ്റായിട്ട് പുള്ളിക്കാരത്തി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് 5 പേരെ. അതായത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ ഇല്ലയോ എന്നാന്നറിയില്ല, എന്തായാലും ഷീ ഈസ് ഓൾസോ ഡൂയിങ് സ്റ്റേറ്റ് വഴി ചെയ്യുവാണ് ഇത്. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ ഞാൻ വിചാരിച്ച കാര്യം നടക്കും. ഇത് നമ്മളിങ്ങനെ മനസ്സിലില്ലേ ഓരോ കാര്യങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിത് പറയണം. നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അല്ല നമ്മൾ ഉള്ളി വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈവൻ ഈ മാമോഗ്രാം എനിക്കൊരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഒരിക്കലും പൊളിറ്റിക്കൽ പ്രോഗ്രാംസിന് പോകത്തില്ല. പക്ഷേ കേരള വനിതാ സദസ് എന്ന് പറഞ്ഞ് കേരള സ്ത്രീ വനിതാ സദസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, മുഖ്യമന്ത്രിനെ മുഖാമുഖം മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്. 10 വനിതകളെ സെലക്ട് ചെയ്തു. ആ 10 പേരിൽ ഞാൻ ആസ് എ സോഷ്യൽ വർക്കർ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 10 ലേഡീസ്, ഷൈനി വിൽസൺ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഷൈനി മാം സ്പോർട്സിനെ റെപ്രസെൻറ്റ് ചെയ്ത്, പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് 10 പേര് സ്റ്റേജ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. നമുക്ക് 3-5 മിനിറ്റ് അങ്ങോട്ട് തന്നു. ആദ്യം 5 മിനിറ്റ് തന്നു, പിന്നെ 3 ആക്കി അവർ. നമ്മളുടെ ആ ഫീൽഡിൻ്റെ എന്തെങ്കിലും ഒരു ഇത് പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യവും പ്രസൻറ്റ് ചെയ്യണം. അന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തത്, അപ്പം എല്ലാവരും പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. എൻ്റെ വീട്ടുകാരൊക്കെ വീട്ടുകാരനെ ഇവിടെയല്ല ആലപ്പുഴ സൈഡിലുള്ളവർ എന്നെ കളിയാക്കി. പിന്നെ ആദ്യമേ ഞാൻ എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കേട്ടപ്പോൾ പിന്നെ ചുമ്മാ തള്ളു എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഇല്ല ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാനും പോകുന്നുണ്ട്, എനിക്ക് അവിടുത്തെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നു എന്ന് പറഞ്ഞു. അവസാനം ഏതായാലും ഞാൻ അവിടെ ചെന്നു നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അവരൊന്നും ദാറ്റ് ഡസൻറ്റ് മാറ്റർ, പേടിയൊന്നും വരത്തില്ല. നമുക്ക് പറയേണ്ടത് ഒരു വെള്ളം പോലെ ഒഴുകി വരും. എൻ്റെ വായിന്ന് അന്ന് ഒഴുകി വന്നത് മാമോഗ്രാം വേണം. APLും BPLക്കാർക്കും മാമോഗ്രാം ഫ്രീ ആയിട്ട് എല്ലാ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ റിപ്ലൈ സ്പീച്ചിൽ ഒരു കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു അവർ മാമോഗ്രാംസ് എല്ലാ താലൂക്ക് ആശുപത്രികളിലും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് ആരോഗ്യം ആനന്ദം എന്നും പറഞ്ഞൊരു പ്രോജക്റ്റും കൂടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അതായത് മാമോഗ്രാംസ് വന്നാൽ പോരല്ലോ, അതിനൊരു ബോധവൽക്കരണം വേണം, ആൾക്കാർ ഇത് ഉപയോഗിക്കണം. അങ്ങനെ എന്നെ ഇവിടെയും ഡിസ്ട്രിക്ട് അംബാസിഡർ ആക്കി ഈ ആരോഗ്യം ആനന്ദത്തിൻ്റെ. ഇത്രയേ ഉള്ളൂ, നമ്മൾ പോയി ആൾക്കാരെ ബോധവൽക്കരണം കൊടുക്കണം. 40 ഇയേഴ്സിന് കൂടുതലാണെങ്കിൽ നമ്മൾ 1 ഇയർ മാമോഗ്രാം ചെയ്യണം. ഒത്തിരി പേര് പേടിച്ച് പുറകോട്ട് പോകുന്നു. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഫിനാൻസിൻ്റെ കാര്യം അതൊരു വേറെ, ഞാനത് വിട്ടുപോയി പറയാം. ഫിനാൻസ് എങ്ങനെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതും ഒരു ഫാക്ടറാണ്. അപ്പം ഇതെല്ലാം കൂടെ ഇത് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു, ഈ പ്രോജക്റ്റായിരുന്നു ആരോഗ്യമാനന്ദം. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫെബ്രുവരി 2025 ആ മാസമായിരുന്നു, ടിൽ മാർച്ച് 8 വരെ റോൾ ഔട്ട് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. ഏറ്റവും രസം എന്നാന്ന് പറയുക, ജാനുവരി 30 അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാരുണ്യ സന്ദേശ യാത്ര എന്ന് പറഞ്ഞൊരു 1 ഇയർ യാത്രാന്തേശം വണ്ടി എടുത്തുകൊണ്ട് എല്ലായിടത്തും കറങ്ങി നടക്കുമല്ല, പക്ഷേ ഈ മെസ്സേജ് കൊടുക്കുക, മാമോഗ്രാംസും ക്യാൻസർ ഡിറ്റക്ഷൻ്റെ മെസ്സേജ്. പക്ഷേ എൻ്റെ വണ്ടി ഞാൻ പെർമിഷൻ ചോദിച്ച് പിങ്ക് സ്റ്റിക്കർ ഒട്ടിച്ച ഒരു വണ്ടി, അതൊക്കെ അവരിത്രേ പറഞ്ഞുള്ളൂ, ഇതുകൊണ്ട് കാശ് പിരിക്കുന്ന കാര്യം അഡ്വർടൈസ്മെൻറ്റ് അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞൊരു സോഷ്യൽ അഡ്വർടൈസ്മെൻറ്റാന്ന് പറഞ്ഞു. അപ്രൂവ് ചെയ്തു, എനിക്ക് കിട്ടി. അങ്ങനെ ആ വണ്ടിയായിട്ടാണ് ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നതും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതും. ഇത് വെച്ചിട്ട് ടോക്കുകൾ നടത്തുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അത് ജാനുവരിയിൽ തുടങ്ങി. അപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. ദാറ്റ് ഈസ് കോൾഡ്, നമ്മൾ വളരെ സിൻസിയറായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ നമ്മളത് ലോകത്തിനോട് അങ്ങ് പറയുന്നു, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാൻ നടക്കും. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഇപ്പോൾ ക്യാൻസർ സർവൈവേഴ്സിന് ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് തലമുടിയുടെ കാര്യത്തിൽ. അതെന്താണ്? അതിപ്പോഴല്ല, ഈ കീമോതെറാപ്പി ചെയ്യുമ്പം തലമുടി പോകും. കീമോതെറാപ്പി ചെയ്ത് തലമുടി പോകുമ്പോഴത്തേക്കിനും വിഗിടും അല്ലെങ്കിൽ തല മൂടും. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു പേഷ്യൻറ്റിന് സഹിക്കാൻ പറ്റാത്തത് മറ്റൊരാൾ ഇങ്ങനെ അവരുടെ മുഖത്തോട്ട് നോക്കുന്നു, അവരുടെ തലയിലോട്ട് ഇങ്ങനെ നോക്കുന്നു. അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ നോക്കുന്നയാൾക്ക്
പെട്ടെന്ന് നമ്മൾ നോക്കിപ്പോവും. കാരണം ഇത്ര നാൾ തലമുടിയുള്ള ഒരാളെ പെട്ടെന്ന് തലമുടി ഇല്ലാതെ കാണാൻ നമ്മൾ നോക്കിപ്പോവും, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു പേഷ്യൻ്റ് ഒന്നാമത് ഇൻസെക്യൂർ ആയിട്ടിരിക്കുക, അപ്പോൾ അവർക്ക് കുറേ കൂടെ ഇൻസെക്യൂർ ആവും, ഒരു കുക്കുണ്ടാത്ത് പോകുന്ന പോലത്തെ ഒരു. പിന്നെ അവർക്ക് പുറത്തോട്ട് ഇടങ്ങണ്ട, ആൾക്കാരെ കാണണ്ട. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ എനിക്ക് തോന്നുന്നു ഇതുപോലെ എൻജോയ് ചെയ്ത് ജീവിച്ച ഒരു പേഷ്യൻറ്റും ഈ ലോകത്ത് കാണത്തില്ല. എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നപ്പം റേഡിയേഷൻ്റെ ടൈമിൽ ഞാൻ പോയി, ആൾക്കാരുടെ ഇടയിൽ പോയി സംസാരിച്ച് തിരിച്ചു വന്ന് പിന്നെ അത് കഴിയുമ്പോഴാണ് ഈ ചൂടും അതൊക്കെ അനുഭവപ്പെട്ട് അങ്ങ് പോകുന്നത് റേഡിയേഷൻ്റെ. പിന്നെ ഞാൻ തലമുടി 2 തവണ മൊട്ടയടിച്ച് പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്, 3 തവണ ഷോർട്ടാക്കി മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൊട്ടയാക്കിയപ്പോഴും ഷോർട്ടാക്കിയപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ ഡിസ്കംഫർട്ട് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തെങ്കിലും ഒരു ദുപ്പട്ട എന്തെങ്കിലും ഇടുന്നത്, അല്ലാതെ എനിക്ക് അങ്ങനെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ക്ലാസ്സസ് എടുക്കുമായിരുന്നു ടെക്നോ പാർക്കിൽ. ആദ്യത്തെ തവണ മൊട്ടയടിച്ചപ്പോൾ അന്ന് സ്കാർഫൊക്കെ പല രീതിയിൽ ബാൻഡാന പോലെയൊക്കെ കിട്ടി അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഓർത്ത് സ്റ്റൈലാണെന്ന് ഓർത്തു, പക്ഷെ അതല്ലായിരുന്നു, തലമുടി ഇല്ലായിരുന്നു വണ്ടിയിൽ. അതാ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. 2013 ഞാൻ ഈ ഹെയർ ഡൊണേഷൻ മൂവ്മെൻറ്റ് തുടങ്ങി. അന്ന് ആ സമയത്ത് ഒത്തിരി ക്രിറ്റിസിസം കേട്ടു കേട്ടോ, എന്തിനാണ്, ആവശ്യമുണ്ടോ. പക്ഷെ പിന്നെയാണ് ഓരോരുത്തരും പേഷ്യൻസ് സംസാരിക്കാൻ തുടങ്ങി. യെസ്, ബുദ്ധിമുട്ടാണ്, തലമുടി വിഗ് കിട്ടുമോ ചോദിക്കാൻ തുടങ്ങിയത്. കാരണം ഒരു വിഗിന് നല്ല വിലയുണ്ട്, തലമുടി റിയൽ ഹെയർ വിഗിന് നല്ല വിലയുണ്ട്. ആ വിഗാണ് സർഗക്ഷേത്ര ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സർഗക്ഷേത്രമാണ് ഈ തലമുടി സ്റ്റോക്ക് ചെയ്ത് പിന്നെ വിഗാക്കി മാറ്റുന്നതും ഓരോരുത്തരും ചോദിക്കുന്ന അനുസരിച്ച് അവർ കൊടുക്കുന്നത്. അപ്പം ഈ ആ സമയത്ത് പിന്നെ ഒത്തിരി പേര് കൊടുക്കാൻ തുടങ്ങി, സ്കൂൾ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലായിടത്തൂടെ പോയി ഇതുപോലെ ഇപ്പോൾ ഈ മാമോഗ്രാമിനെ പറ്റി സംസാരിക്കുന്ന പോലെ തന്നെ അന്ന് ഹെയർ ഡൊണേഷനായിരുന്നു സംസാരിച്ചിരുന്നുണ്ടെന്നെ. ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് എന്നെ മനുഷ്യർ, സ്ഥിരം കളിയാക്കുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എപ്പോഴും പറയുന്നത് ഈ വിഗിനകത്തിന് ഒരൊറ്റ പേഷ്യൻറ്റിനെ പോലും ഞാൻ കണ്ടിട്ടില്ല വിഗിട്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ വിളിച്ച് പറയണമെന്നുണ്ടോ, നിങ്ങൾ പേഷ്യൻസിനെ അറിയാത്തതുകൊണ്ടാണ്, ഒരാളെ പോലും കാണാം, അതൊന്ന് ഇറങ്ങി നടന്നാൽ നമുക്ക് കാണാം. ഏതായാലും ഇപ്പം പറ്റുന്ന എന്നാന്ന് പറയുക, ഇപ്പം വീണ്ടും നമുക്ക് തലമുടി ഇല്ലാതായി വരിക. കാരണം എന്താണെന്നറിയില്ല, ഇപ്പം അധികം തലമുടി ഹെയർ ഡൊണേഷൻസ് വരുന്നില്ല. അതിനിപ്പം അച്ഛൻ പറയും, ഇന്നലെ ഞാൻ അച്ഛനെ വിളിച്ചൊരു പുതിയൊരു ആൾക്ക് അത്യാവശ്യമായിരുന്നു അച്ഛോ കൊടുക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം 20 പേര് പെൻഡിങ് കിടക്കുക, തലമുടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിഗ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വിഗ് ഉണ്ടാക്കുന്ന വിഗ് മേക്കറിന് അവർ കാശ് കൊടുക്കുന്നുണ്ട്, അത് അച്ഛൻ തന്നെ അവരുടെ സർഗക്ഷേത്രയുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിന്നുള്ള കാശ് വെച്ച് കൊടുക്കും. ചിലർ ചിലപ്പോൾ സ്പോൺസർ ചെയ്യും, കാശും ഇടും, വിഗ് ഉണ്ടാക്കുന്നതിൻ്റെ കാശ് ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. ഇന്നലെയൊക്കെ എനിക്കറിയുന്ന ആരാണ്ടൊക്കെ പറഞ്ഞ് അവർ കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ഏതായാലും ഒരു സ്പോൺസർഷിപ്പും ഒരു തലമുടിയും എൻ്റെ കയ്യിൽ എടുക്കത്തില്ല എപ്പോഴും. അതായത് ഓർഗനൈസേഷൻസ്, സ്കൂളാണെങ്കിൽ സ്കൂൾ, കോളേജാണെങ്കിൽ കോളേജ്, ഓർഗനൈസേഷൻ വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ ചെയ്ത് അവർ ഡയറക്റ്റ് അയക്കുക ചെയ്യുന്നത്. അപ്പം ഇത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു വിഗ് എന്ന് പറയുന്നത് ഒരു തല മൂടി വെക്കുക അല്ല, ഒരു പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു പേഷ്യൻറ്റിനെ കുറച്ചും കോൺഫിഡൻ്റ് ആക്കുക പുറം ലോകത്തോട്ട് ഇറങ്ങാൻ. പാവപ്പെട്ട പേഷ്യൻസിനാണെങ്കിലും അവർക്ക് ജോലി ചെയ്യണം, വീട്ടിലിരിക്കാൻ പാടില്ല. എന്ത് ബുദ്ധിമുട്ടിയായിട്ടായിരിക്കും അവർ ഈ തലയൊക്കെ മൂടിയിട്ട് ജോലിക്ക് പോകുന്നത്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈവൻ ഷോർട്ട് ഹെയർ പോലും ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ഹെയറിലൊന്നും കാര്യമില്ല, നമുക്ക് തലമുടി പോയാൽ പോയി, നമ്മൾ അത് വിഗൊന്നും ഇടേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കി, പക്ഷെ അത് നമ്മളുടെ കൾച്ചറുമായിട്ട് ഭയങ്കര എല്ലാവർക്കും വിഗ് തലമുടി എന്നാണ് കൾച്ചറിൻ്റെ ഭാഗം. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വെച്ച് തലമുടി വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പം ഞാൻ അത് അന്ന് മാറ്റി പിന്നെ ഞാൻ വിഗിൻ്റെ കാര്യം, തലമുടി ഡൊണേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഏതായാലും ഐ ഹാവ് കം എ വെരി ലോങ് വേ. ദൈവം എന്നെ ഇങ്ങനെ ഓരോരോ ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾ അങ്ങനെ മുന്നോട്ട് വരട്ടെ, ഈ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാറി നിൽക്കുന്നവരും മടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. 15 ഇഞ്ച് മിനിമം ലെങ്ത്ത് വേണം, അത് ഇച്ചിരി വലുതാണ്. അത്രയും ലെങ്ത്ത് ചോദിക്കാൻ കാരണം 15 ഇഞ്ച് ഇത്രയും അല്ലെങ്കിൽ കാണും. ഇത്രയും ലെങ്ത്ത് ചോദിക്കാൻ കാരണം നമ്മൾ കൊടുക്കുന്ന വിഗ് ഇവിടുന്ന് ഇങ്ങനെയല്ലേ തലമുടി വരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന വിഗ് ഒരു ഷോൾഡർ ലെങ്ത്ത് അല്ലെങ്കിൽ വേണം പേഷ്യൻ്റ് ഒരു തലമുടി കെട്ടി വെക്കാനോ ഒക്കെ ആയിട്ട്. അല്ലാതെ നമ്മൾ ഷോർട്ട് ഹെയർ അല്ല. ഷോർട്ട് ഹെയർ ആണെങ്കിൽ 10 ഇഞ്ചൊക്കെ പോവും. എനിക്കറിയത്തില്ല, ആരും ഒക്കെ 10 ഇഞ്ചൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് എനിക്കറിയില്ല. ഇതിപ്പം ഒത്തിരി പേര് ഇടയ്ക്ക് ചിലരുണ്ട് ഇങ്ങനെ തലമുടി കളക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എപ്പോഴും സർഗക്ഷേത്രയാണ്. കാരണം
അന്നും ഇന്നും എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് അളവെടുത്ത് എത്രയോ പേഷ്യൻസിന് വിഗ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് നടക്കുന്നുണ്ട്. തൽമുടി കൊടുക്കുന്നവർക്കൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ്, അച്ഛൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സ്റ്റുഡൻസിനൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഐ എം എ റെഗുലർ ഹെയർ ഡോണർ അല്ലെങ്കിൽ ഐ എം എ ഹെയർ ഡോണർ എന്ന് പറയുന്നത് അവരുടെ ആക്ച്വലി CV-ക്ക് ഒരു നല്ല കാര്യം കൂടിയാണ്. ഇറ്റ് ഓൺലി ഷോസ് എത്രമാത്രം സോഷ്യലി ഇതാണ്, ആക്റ്റീവാണ്. അപ്പോൾ ഒരുപാട് നേരമാണ് നമ്മൾ സംസാരിക്കണം. തിരക്കിനിടയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഇനിയും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിട്ടും ഒരുപാട് പേർക്ക് സഹായകമായിട്ടും ഈ പുഞ്ചിരി മായാതെ എന്നും നിലനിൽക്കാൻ സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. കീപ് സ്മൈലിംഗ് വൈശാഖ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.